ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധ തലേന്ന് അവിടുന്ന് പന്തല് കെട്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആത്മാർത്ഥമായി ദീർഘനേരം ദുആ ചെയ്തു. അവസാനം അവിടുത്തെ തോളിൽ നിന്നും തോൾമുണ്ട് താഴെ വീഴുന്നത് വരെ അവിടുന്ന് റബ്ബിനോട് ദുആ ചെയ്തു. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞ്, ഹബീബാ നബിയെ, മദി നബിയെ, അള്ളാഹു അങ്ങേ കൈവിടൂല നബിയെ എന്ന് പറഞ്ഞ ആ സ്ഥലം മസ്ജിദുൽ അരീഷ്, ആ പള്ളിയാണ് നമ്മൾ ഈ കാണുന്നത്. ബദർ യുദ്ധം നടന്ന സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം. ആ കിണർ എവിടെ? പൊട്ടക്കിണർ അവിടെ ഉണ്ട്. പക്ഷെ അതിന്റെ പ്രതിരൂപം അവിടെ അത് തന്നെ അവിടെ കാണുന്നത്. ഇത് ഈ കാണുന്നതോ? അത് കിണറൊന്നല്ല, അത് കല്ലുകൊണ്ട് ഇങ്ങനെ കൂട്ടിയിരിക്കാം. ഇതെന്താണ്? ഇതാണ് ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും സ്വഹാബത്തിനും കുടിക്കാൻ വേണ്ടിയിട്ട് ഹൗദ് പണിഞ്ഞ സംഭവം. ഈ ഹൗദിൽ നിന്നാണ് വെള്ളം കുടിക്കുന്നവരെ ഹംസ റളിയല്ലാഹു നേരിടുന്ന ആ വിഷയം. മുമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി എന്ന് പറയുന്ന ആ സംഭവം. അപ്പം അതിൻ്റെ ഒരു സ്മരണയാണ് ഈ കാണുന്നത്. അപ്പം ഇതാണ് ബദർ യുദ്ധം നടന്ന സ്ഥലം എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അബൂജഹലിനെയും ഉത്ബത്ത് ഷൈബത്ത് പോലുള്ളവന്മാരെ വലിച്ചെറിഞ്ഞ ഒരു പൊട്ടക്കിണറുണ്ട്. പക്ഷേ ആ കിണർ കുറേ ദൂരം നമുക്ക് കാണാം. പക്ഷേ ചരിത്രത്തിൽ കാണുന്നത് അത് ബദർ യുദ്ധം നടന്ന സ്ഥലത്തിൻ്റെ ഒരു ഭാഗത്താണ്, ഒരു മൂലയിലാണ് വെച്ചത്. ഇപ്പം സെൻട്രലായിട്ടാണ് അവർ നമുക്ക് ആ സ്തൂപം അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അസ്ഹാബുൽ ബദരീങ്ങളെ കൊണ്ട് നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ബദരീങ്ങളെ കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റി റാഹത്തും സന്തോഷവും ജീവിതത്തിലുടനീളം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ വിഷമങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെ നമ്മളോട് ദുആ കൊണ്ട് കടപ്പെട്ട മുഴുവൻ മുഅ്മിനുകളെയും അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. എല്ലാവർക്കും ബദരീങ്ങളുടെ കാവല് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് സക്രാത്തിൻ്റെ ഹാലിൽ ബദരീങ്ങളുടെ കാവൽ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.